we can start with the integumentary system. എന്താ ഏറ്റവും വലിയ പ്രത്യേകത? ഇന്റർഗ്യുമെന്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? അല്ലെങ്കിൽ ഇന്റർഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്കിൻ ആണ് വരുന്നത്. സ്കിന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ സ്കിൻ ഈസ് ദ അപ്പോ സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ. സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി അല്ലേ? ലാർജസ്റ്റ് ഓർഗൻ ഇൻ ബോഡി. ബോഡിയിലുള്ള ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്ന സ്കിൻ ആണ്. അപ്പൊ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ലിവർ എന്താണെന്ന്? ലിവർ എന്താണപ്പോ? ലിവർ എന്താണ്? ലിവർ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. അപ്പൊ ആ കൺഫ്യൂഷൻ വേണ്ട. സ്കിന്നാണ് ലാർജസ്റ്റ് ഓർഗൻ. ഈ ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറഞ്ഞ സ്കിന്നിന്റെ വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് അറൗണ്ട് എത്രയാ? വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് ഈസ് അബൌട്ട് 4.5 to 5 kg. 4.5 തൊട്ട് 5 kg വരെ ഉണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ? സ്കിന്നിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4.5 to 5 kg ആണ് സ്കിന്നിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനം? ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനം ഉണ്ട്? അബൌട്ട് 7%. 7% അല്ലെ? 7% ഓഫ് ബോഡി വെയിറ്റ്. ബോഡി വെയിറ്റിന്റെ 7% എന്താണ്? 7% ഓഫ് ദ ബോഡി വെയിറ്റ് ഈസ് സ്കിൻ അല്ലെ? സ്കിന്നാണ് ബോഡി വെയിറ്റിന്റെ 7% എന്ന് പറയുന്നത്. ഇനി എത്ര ഏരിയ ഉണ്ടാവും? ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്കിന്നിന്റെ ഏരിയ എത്ര ഉണ്ടാവും? ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അത്യാവശ്യം വണ്ണമൊക്കെ കുറവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം സ്കിന്നിന്റെ ഏരിയ എത്ര ഉണ്ടാവും? ഏരിയ ഈസ് അബൌട്ട് 2 meter square. 2 meter square or we can 2 meter square ആണ്. 2 meter square and it is about 22 feet square. ചിലപ്പോൾ ഫീറ്റിൽ ചോദിക്കും 22 feet square. സോ അപ്പോൾ ഏരിയ ഈസ് അബൌട്ട് 2 meter square അല്ലെങ്കിൽ 22 feet square ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർഗ്യുമെന്ററി സിസ്റ്റത്തിന്റെ അല്ലെ സ്കിന്നിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ആവറേജ് തിക്നെസ് ഓഫ് സ്കിൻ എത്രയാ? ആവറേജ് തിക്നെസ് ഓഫ് സ്കിൻ യൂണിറ്റ് വേണം. യൂണിറ്റ് വേണം. തിക്നെസ് ഓഫ് സ്കിൻ it is 1 to 2 mm. 1 to 2 mm millimeter. സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇപ്പോൾ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സാധനങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കിന്നിൽ നമ്മൾ എടുക്കുക. അതിനകത്ത് ഏതാണ്? സ്കിന്നിന്റെ 2 ലേയേഴ്സ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് എടുക്കുക. സ്കിന്നിന് ഒരിക്കലും നമ്മൾ എടുക്കാത്ത, നമ്മൾ സ്കിന്നിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ സ്കിന്നിന്റെ പാർട്ട് എന്ന് പറയും. പക്ഷേ ആസ് യു സീ ഇൻ ദിസ് പിക്ചർ, ഈ പിക്ചറിൽ കാണുന്നത് പോലെ, പിക്ചർ കാണാവോ? എല്ലാവർക്കും പിക്ചർ കാണാവോ? യെസ്. അപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് പോലെ എപ്പിഡെർമിസും ഡെർമിസുമാണ് എന്തായിട്ട് നമ്മൾ എടുക്കുക? എപ്പിഡെർമിസിനെയും ഡെർമിസിനെയും കൂടെ ചേർത്താണ് നമ്മൾ സ്കിൻ എന്ന് പറയാം. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഈസ് സംതിങ് ഡിഫറെന്റ്. അതായത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന്റെ ഭാഗമായുള്ള ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അപ്പൊ സ്കിൻ എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ്ലി ഏതാണ്? 2 ലേയേഴ്സ് ആണ്, ഡെർമിസും എപ്പിഡെർമിസും. ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിന്റെ തിക്നെസ് നോക്കുമ്പോൾ 1 to 2 mm എന്ന് പറയും. പക്ഷെ നമുക്ക് തന്നെ പിടിച്ചു നോക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ട് തോന്നും അല്ലെ? അത് എന്തുകൊണ്ടാണ്? എന്തിന്റെ പ്രസൻസ് കൊണ്ടാ തിക്കായിട്ട് തോന്നുന്ന സ്കിന്ന്? എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ്? എന്തിന്റെ പ്രസൻസ്? സബ്ക്യൂട്ടേനിയസ്. ഇത് സംഭവിക്കുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്കിന്നിൽ പിടിച്ചു നോക്കും, ഇത് 1 to 2 mm ഒന്നുമല്ല, ഇതൊരു 1 സെന്റിമീറ്റർ എങ്കിലും തിക്നെസ് ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. പക്ഷെ അപ്പം നിങ്ങൾ നമ്മൾ എക്സാം ഹോളിലിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതിനെക്കാട്ടി ഓർമ്മിക്കാൻ നമ്മുടെ അടുത്തുള്ള കാര്യം അല്ലേ? നമ്മൾ മിക്കവാറും സ്കിന്ന് പിടിച്ചു നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്, 1 to 2 mm അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 10 mm അല്ലെങ്കിൽ 5 mm ഒക്കെ തിക്നെസ്സിൽ ചൂസ് ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്യരുത്. ഇപ്പോഴേ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എപ്പോഴും നമ്മൾ സ്കിന്നിനൊപ്പം പഠിക്കുമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് സ്കിൻ. സ്കിന്നിന്റെ പാർട്ട് ഏതൊക്കെയാണ്? സ്കിന്നിന്റെ പാർട്ട് ഏതൊക്കെയാണ്? സ്കിൻ ഈസ് മെയ്ഡ് ഓഫ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. എപ്പിഡെർമിസും ഡെർമിസും ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? സ്കിൻ ഉണ്ടായിരിക്കുന്നത് അല്ലെ? എപ്പിഡെർമിസും ഡെർമിസും കൂടെ ചേർന്നിട്ടാണ് സ്കിൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെറിവേറ്റീവ്സ് ഓഫ് സ്കിൻ എന്ന് പറഞ്ഞ എന്താണ്? ഡെറിവേറ്റീവ്സ് ഓഫ് സ്കിൻ ഏതൊക്കെയാ? ഹെയർസ്. പിന്നെന്തുണ്ട്? ഡെറിവേറ്റീവ്സ് എന്തൊക്കെയുണ്ട്? ഹെയർ ഉണ്ട്, പിന്നെന്തുണ്ട്? ഗ്ലാൻസ് ആൻഡ് നെയിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, സ്കിൻ എന്ന് പറഞ്ഞ എപ്പിഡെർമിസും ഡെർമിസ് ആണ്. ഡെറിവേറ്റീവ്സ് ഓഫ് സ്കിൻ എന്ന് പറഞ്ഞാൽ ഹെയറും ഗ്ലാൻഡും ആണ്.
ഹയറും ഗ്ലാൻഡും നെയിലും ആണ്. അപ്പൊ ഇന്റഗ്മെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? നമ്മൾ ഒരു ചുരുക്കം പറഞ്ഞാൽ ഇന്റഗ്മെന്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുമ്പോൾ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് skin, its derivatives and the subcutaneous tissue. സ്കിന്നിന്റെ ഡെറിവേറ്റീവ്സ് അതുപോലെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയാം അല്ലെ. ഇത് മൂന്നിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സ്കിൻ എന്ന് പറയുന്നതും ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെയിം അല്ല. ഇന്റഗ്യുമെന്ററി സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വരും? നമ്മൾ ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്കിന്ന് വരും, സ്കിന്നിന്റെ ഡെറിവേറ്റീവ്സ് വരും, അതുപോലെ സബ്ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് വരും. ഇനി സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൻ എന്ന് പറയുന്നത് 2 ലെയർ ചേർന്നാണ്. ഏത്? എപ്പിഡെർമിസും ഡെർമിസും ചേർന്ന്. ഇനി തിക്കസ്റ്റ് സ്കിൻ, ഏറ്റവും തിക്കായിട്ടുള്ള സ്കിൻ എവിടെയൊക്കെ കാണാം? തിക്കസ്റ്റ് സ്കിൻ ഈസ് അറ്റ് എവിടെയാണ്? ഈസ് അറ്റ് സോൾ അല്ല, ഹീലാണ് കേട്ടോ. ഹീൽ ഓഫ് ഫീറ്റ്. സോളിലല്ല, ഹീൽ ഓഫ് ഫീറ്റിലാണ്. ഫീറ്റിന്റെ ഹീലിലാണ്. ഇറ്റ് ഈസ് അബൌട്ട് 4 mm തിക്നെസ്. സോൾ എന്ന് പറയുമ്പോൾ മൊത്തമായി പോകും കുഞ്ഞുങ്ങളെ. സോളിലല്ല കാണുക, ഹീലിലാണ്. ഹീൽ ഓഫ് ദ സ്കിൻ ആണ്. അത് ഓർത്തോളണം. സോൾ എന്ന് പറയുമ്പോൾ നടുക്ക ആ സെൻട്രൽ പോർഷനിലേക്ക് വരും. പക്ഷേ സോൾ അല്ല, ഏറ്റവും തിക്കസ്റ്റ് സ്കിൻ വരുന്നത് എവിടെയാണ്? ഹീലിലാണ്. ഫീറ്റിന്റെ ഹീലിലാണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4 mm 4 mm തിക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആണ് എവിടെയാണ്? എവിടെയാണ്? ഐലിഡ്സ് ആൻഡ് ഗ്ലാൻസ് പെനിസ്. ഗ്ലാൻസ് പെനിസിലും ഐലിഡ്സിലുമാണ് എന്ത് ചെയ്യുക? ഏറ്റവും തിന്നായിട്ടുള്ള സ്കിൻ. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 0.5 mm തിക്നെസ്. 0.5 mm തിക്നെസ് ആണ് ഏതിലുള്ള? ഗ്ലാൻസ് പെനിസിലും അതുപോലെ തന്നെ ഐലിഡ്സിലുള്ള സ്കിൻ. അപ്പോൾ നമ്മൾ സ്കിന്നിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. സ്കിന്നാണ് എന്താണ്? സ്കിന്നിന് വേറൊരു പേരുണ്ട്. എന്താണ്? സ്കിൻ ഈസ് അതർവൈസ് കോൾഡ് ആസ് എന്തെന്ന് പറയാം? നമുക്ക് അറിയാന്നുള്ളൂ, എന്നാലും പറഞ്ഞു പോകണം. എല്ലാവർക്കും അറിയാന്നുള്ളൂ, ഇങ്ങനെ ചോദിക്കണോണ്ടാ കിട്ടാത്തത്. സ്കിൻ ഈസ് അതർവൈസ് കോൾഡ് ആസ് ക്യൂട്ടേനിയസ് മെമ്പറൈൻ അല്ലെ. ക്യൂട്ടേനിയസ് മെമ്പറൈൻ. സ്കിന്നിന്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയും നമ്മൾ? ക്യൂട്ടേനിയസ് മെമ്പറൈൻ എന്ന് പറയും അല്ലെ. ക്യൂട്ടേനിയസ് മെമ്പറൈൻ ആണ് നമ്മൾ സ്കിന്നെ പറയാം. സോ സ്കിൻ which is the largest organ in the body, it weighs about 4.5 to 5 kg, that is approximately 7% of the body weight. Area is about 2 meters square, that is 22 feet square ആണ്. Thickness എന്ന് പറയുന്നത് 1 to 2 mm ആണ്. It is very important. Thickness is about 1 to 2 mm and skin is made of epidermis and dermis. Derivatives of skin ആണ് ഏതൊക്കെ? സ്കിൻ ഗ്ലാൻസ് ഉണ്ട്, ഹെയർ ഉണ്ട്, നെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റഗ്യുമെന്ററി സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്കിൻ, അതിന്റെ സ്കിന്നിന്റെ ഡെറിവേറ്റീവ്സ്, അതുപോലെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഓക്കെ, അപ്പൊ തന്നെ അല്ല, സ്കിന്നിന് നമ്മൾ ക്യൂട്ടേനിയസ് മെമ്പറൈൻ എന്ന് പറയുമ്പോൾ ആ പേര് ഓർത്താൽ മതി. ക്യൂട്ടേനിയസ് മെമ്പറിന്റെ താഴെ വരുന്ന, അടിയിൽ വരുന്ന, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എന്ത്? സബ്ക്യൂട്ടേനിയസ് അല്ല. ദെൻ സ്കിൻ ഈസ് അതർവൈസ് കോൾഡ് ആസ് എന്ത്? ക്യൂട്ടേനിയസ് മെമ്പറൈൻ ആണ് സ്കിന്നെ പറയാം. നൗ വി ഹാവ് ടു സീ അബൌട്ട് ദി എപ്പിഡെർമിസ് ഇൻ ഡീറ്റെയിൽ. എപ്പിഡെർമിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് epidermis is the superficial layer of skin. അത് ആദ്യം ഓർമ്മ വേണം. സൂപ്പർഫിഷ്യൽ എപ്പിഡെർമിസ് ആണോ സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് സ്കിൻ. സ്കിന്നിന്റെ ഏറ്റവും പുറത്തുള്ള സൂപ്പർഫിഷ്യൽ ലെയർ ആണ്. ആസ് യു സീ ഇൻ ദിസ് പിക്ചർ, നിങ്ങൾ ഈ പിക്ചറിൽ കാണും പോലെ സ്കിന്നിന്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പുറത്തുള്ള ലെയർ ആണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയാ? എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ആൻഡ് എപ്പിഡെർമിസിന്റെ തിക്നെസ് എത്രയാ? തിക്നെസ് ഓഫ് എപ്പിഡെർമിസ് is about എത്രയാണ്? 0.05 to 0.1 mm. അത്ര തീരെ ചെറുതാണ്. 0.05 to 0.1 mm ആണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ എപ്പിഡെർമിസ് അങ്ങ് പോകും. ഓക്കെ, സോ എപ്പിഡെർമിസ് എന്ന് പറയുന്നതാണ് എന്ത്?
superficial layer of the skin, and the thickness is about 0.5 to 0.05 to 0.1 mm. പരീക്ഷയ്ക്ക് ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു കൺഫ്യൂഷൻ ആണ്, ഇത്ര ചെറുത് ഇത്ര നൈസ് ആണോ എപ്പിഡെർമിസ്? അത്ര നൈസ് ആണ്. കാരണം എപ്പിഡെർമിസ് ഒക്കെ നിങ്ങൾ ഈ എപ്പിഡെർമിസും ഡെർമിസും കൂടെ പീൽ ചെയ്യുന്ന സ്കിൻ ഇതാണ്. സ്കിൻ ഗ്രാഫ്റ്റ് സർജറി അസിസ്റ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? സ്കിൻ ഗ്രാഫ്റ്റ് സർജറി കണ്ടിട്ടുള്ളവർ? സ്കിൻ ഗ്രാഫ്റ്റ്, യെസ്. അപ്പൊ ആ സ്കിന്ന് മാത്രം, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഒഴിവാക്കി സ്കിന്ന് മാത്രം എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് തിന്നായിട്ടാണ് അല്ലെ? നമുക്ക് ആ സ്കിന്ന് എടുത്ത്, അതായത് അതൊരു ഇൻസ്ട്രുമെന്റിലേക്കാണ്, അത് ഇങ്ങനെ ഷീറ്റ് ആയിട്ടാണ് എടുക്കുക. അത് എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് അപ്പുറം കാണാം, ഇല്ലേ സബീനെ? ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കില്ല ലെറ്റർ എടുത്തു കഴിയുമ്പോ. അപ്പൊ അത്രയ്ക്ക് തിന്നാണ് എന്തെന്ന് പറയുന്നത്, എപ്പിഡെർമിസ് എന്ന് പറയുന്ന സാധനം അത്രയ്ക്ക് തിന്നാണ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഏകദേശം 0.5 to 1 mm ആണ് തിക്നെസ്, ആൻഡ് ഈസ് മെയ്ഡ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. Made of stratified squamous epithelium. എപ്പോഴും ചോദ്യം വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എപ്പിഡെർമിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എപ്പിഡെർമിസ് ഈസ് മെയ്ഡ് ഓഫ് എന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് എപ്പിഡെർമിസ് ഹാസ് സോ മെനി ടൈപ്സ് ഓഫ് സെൽസ്. എപ്പിഡെർമിസിനകത്ത് പല തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഓക്കെ, എപ്പിഡെർമിസ് കൺസിസ്റ്റ് ഓഫ് 4 types of cells. Epidermis consists of 4 types, mainly 4 തരത്തിലുള്ള 4 types of cells. 4 തരത്തിലുള്ള സെൽസ് ആണ് എന്തുള്ളത്? 4 തരത്തിലുള്ള സെൽസ് ആണ് എപ്പിഡെർമിസിലുള്ളത്. ഈ എപ്പിഡെർമിസിന് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് നമ്മൾ പറഞ്ഞു. ഈ എപ്പിഡെർമിസിന് കട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ തിക്നെസ് കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ എപ്പിഡെർമിസ് നോർമൽ ഒരു സ്കിൻ, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ടിഷ്യൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ സബ്ലിംഗ്വൽ ടിഷ്യൂ, അതിനൊക്കെ ഉള്ള അതേ പോലൊരു കവറിങ് തന്നെയാണ് എപ്പിഡെർമിസും. പക്ഷെ എപ്പിഡെർമിസിന് അത്യാവശ്യം കട്ടിയുണ്ട്. ആ കട്ടി കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ്. അപ്പോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൽ, 4 ടൈപ്പ് സെല്ലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സെല്ല് കെരാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലാണ് ആദ്യത്തെ തരത്തിലുള്ള സെൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് 4 തരത്തിലുള്ള സെൽസ് ഉണ്ടെങ്കിൽ 4 സെൽസിനും കൃത്യമായ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൽ എന്ന് പറയുന്നത് കെരാറ്റോസൈറ്റ്സ് ആണ്. ഈ കെരാറ്റോസൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് a protein called as എന്ത്? കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ സെക്രീറ്റ് ചെയ്യും ആര്? കെരാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന എപ്പിഡെർമിസിലുള്ള സെല്ല്. ഈ കെരാറ്റിൻ പ്രോട്ടീന്റെ ഗുണം എന്താ? കെരാറ്റിൻ ഈസ് എ ഡ്യൂറബിൾ പ്രോട്ടീൻ അല്ലേ? കെരാറ്റിൻ ഈസ് എ ഡ്യൂറബിൾ, ഡ്യൂറബിൾ ആയിട്ടുള്ള ശക്തിയുള്ള പ്രോട്ടീനാണ്. So it gives strength to skin. ഈ കെരാറ്റിൻ കൂടുതൽ എവിടെയായിരിക്കും കെരാറ്റിൻ കൂടുതൽ കാണുക? നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പഠിക്കാം, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു പോകണം. കെരാറ്റിൻ കൂടുതൽ എവിടെയാ കാണുക? ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? നെയിൽസിലായിരിക്കും അല്ലെ? ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെ? നെയിൽസിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ? ഹെയറിൽ കാണും, അതുപോലെ സ്കിന്നിൽ കാണും. ഒരു കാര്യം കൂടെ ഓർത്തോളാം, 90% ഓഫ് എപ്പിഡെർമൽ സെൽസ് ആർ കെരാറ്റോസൈറ്റ്സ്. 90% ഓഫ് എപ്പിഡെർമൽ സെൽസ് ആർ കെരാറ്റോസൈറ്റ്സ്. അപ്പോ എപ്പിഡെർമൽ സെൽസിന്റെ 90% എന്താണ്? കെരാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് എപ്പിഡെർമൽ സെൽസിന്റെ 90%. അപ്പൊ നമ്മൾ അത് പഠിച്ചു. സംഭവം നമ്മൾ എന്ത് പറഞ്ഞു വന്നത്? എപ്പിഡെർമിസിൽ 4 തരത്തിലുള്ള സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു തരത്തിലുള്ള സെല്ലാണ് ഏത്? അതായത് ആ ഡ്യൂറബിലിറ്റി കൊടുക്കുന്ന, സ്ട്രെങ്ത് കൊടുക്കുന്ന കെരാറ്റോസൈറ്റ്സ്. ഇനി ആ കളർ കൊടുക്കുന്ന സെൽസ് ഏതാ? കളർ കൊടുക്കുന്നത് ആരാ? ഇറ്റ് ഈസ് ബൈ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽസ്. അടുത്ത പേജിലേക്ക്. സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽസ്, that is what we call as in the melanocytes. രണ്ടാമത്തെ ടൈപ്പ് സെൽസ്, that is melanocytes.
മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് എന്ത്, അടുത്ത ടൈപ്പ് സെൽസ്. ഇത് എന്ത് ചെയ്യും, ഈ സെൽസ് എന്ത് ചെയ്യും, which produces melanin pigment, produces melanin pigment. ഈ മെലാനിൻ പിഗ്മെന്റ് ആണ് എന്ത് കൊടുക്കുന്നത്, മെലാനിൻ പിഗ്മെന്റ് is a brown black pigment. Melanin pigment is a color ചോദിക്കുക, is a brown black pigment which can absorb which can absorb ultraviolet radiations. അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ബ്രൗൺ ബ്ലാക്ക് പിഗ്മെന്റ് ആണ് ബ്രൗൺ ബ്ലാക്ക് പിഗ്മെന്റ് ആണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്, മെലാനിൻ എന്ന് പറയുന്നത് അല്ലെ, മെലാനിൻ എന്ന് പറയുന്നത്. സി അപ്പോ വൈറ്റുകളിൽ അല്ലെങ്കിൽ എന്താണ് വൈറ്റ് പീപ്പിളുകളിൽ മെലാനിൻ എങ്ങനെയായിരിക്കും, മെലാനിന്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും, മെലാനിൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ സൺബേൺ പോലുള്ള സാധനങ്ങൾ, അതായത് മെലാനിൻ കുറയുമ്പോൾ എന്താ പ്രശ്നം വരും, മെലാനിൻ കുറയുമ്പോൾ അൾട്രാവയലറ്റ് അബ്സോർബ് ചെയ്യില്ല. അൾട്രാവയലറ്റ് അബ്സോർബ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, നിങ്ങളുടെ തോട്ട് ലെവൽ എത്രത്തോളം എത്തും നോക്കട്ടെ. അൾട്രാവയലറ്റ് അബ്സോർബ് ചെയ്യാതെ വരുമ്പോൾ എന്ത് വരും, വെറുതെ അൾട്രാവയലറ്റ് വന്ന് അടിച്ചങ്ങ് പോവും, എന്ത് പറ്റും, യെസ് അഖില പറഞ്ഞു, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലേക്ക് എത്തുവാള്. വൈറ്റമിൻ, കാരണം നിങ്ങൾക്ക് അറിയാന്നുള്ള 7-ഡീഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറയുന്ന, അറിയാലോ അല്ലെ, 7-ഡീഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറയുന്ന സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിലുള്ള സ്കിന്നിലുള്ള ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഒരു ഫാറ്റ് മോളിക്യൂളിനെ ആണ് അൾട്രാവയലറ്റിന്റെ പ്രസൻസിൽ അത് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് പീപ്പിൾസിൽ അല്ലെങ്കിൽ വെളുത്ത ആൾക്കാരിൽ ബ്രൗൺ പിഗ്മെന്റ് ആയ അല്ലെങ്കിൽ ഈ ബ്രൗൺ ബ്ലാക്ക് പിഗ്മെന്റ് ആയ മെലാനോസൈറ്റ്സ് കുറവായിരിക്കും. മെലാനിൻ പ്രൊഡക്ഷൻ മിക്കവാറും മെലാനിൻ പ്രൊഡക്ഷൻ തന്നെ ഉണ്ടാവില്ല. സോ അവർ രണ്ട് കാര്യത്തിൽ അവർ അറ്റ് റിസ്ക് ആണ്. ഒന്ന്, സൺബേൺ ഭയങ്കര റിസ്ക് ആണ് അവർ, കാരണം സൺബേൺ അടിക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റും, പെട്ടെന്ന് തന്നെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, അബ്സോർബ് ചെയ്യാൻ പിഗ്മെന്റ് ഇല്ല, ഇറ്റ് വിൽ കോസ് ബേൺ. രണ്ടാമത്തെ കാര്യം എന്താണ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരും. ബിക്കോസ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് തന്നെ ആരാണ്, ഇറ്റ് ഈസ് ബൈ ദ ultraviolet radiations which converts 7-dehydroxy cholesterol in the subcutaneous tissue. Clear? Am I clear? ഇനി മെലാനിൻ പിഗ്മെന്റ് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്, മെലാനിൻ is a derivative of ടൈറോസിൻ. ടൈറോസിൻ എന്താണ്, ടൈറോസിൻ എന്താണ്, ഇറ്റ് ഇസ് എൻ അമിനോ ആസിഡ് അല്ലെ, ടൈറോസിൻ അമിനോ ആസിഡ് ആയ ടൈറോസിന്റെ ഡെറിവേറ്റീവ് ആണ് ഏത്, മെലാനിൻ എന്ന് പറയുന്നത്. മെലാനിൻ എന്ന് T3 അത് തൈറോസിൻ കുഞ്ഞെ ഷബീനെ, അത് തൈറോസിൻ, ഇത് ടൈറോസിൻ അമിനോ ആസിഡ്. ഓക്കെ, മെലാനിൻ എന്ന് പറയുന്നത് അത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈറോസിൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ടൈറോസിൻ in the presence of tyrosinase and ultraviolet UV radiations, UV rays converts into melanin. അതാണ് സംഭവിക്കുന്നത്. അതായത് ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, ഇസ് ഇറ്റ് എസെൻഷ്യൽ ഓർ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്? അതായത് ബോഡി ആവശ്യത്തിന് ഉണ്ടാക്കുന്ന ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ടൈറോസിനേസ് ആണ്, SE ആണ്, ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസ് ഓഫ് ടൈറോസിനേസ് എൻസൈം. കുറച്ചുകൂടെ ഈ NASE എന്ന് പറയുമ്പോൾ എൻസൈം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ എൻസൈം പഠിച്ചത്. ടൈറോസിനേസ് എൻസൈമിന്റെയും അൾട്രാവയലറ്റ് റേഡിയേഷൻസിന്റെയും സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു മെലാനിൻ.
ക്ലിയർ? നൗ വാട്ട് ഈസ് വിറ്റിലിഗോ? എന്താണ് വിറ്റിലിഗോ? വിറ്റിലിഗോ വേറൊരു പേരുണ്ടെന്നാ, വിറ്റിലിഗോ ഓർ നമ്മുടെ കഴിഞ്ഞ പഴയ ഗവർണർക്ക് ഉണ്ടായിരുന്നു. ഗവർണർ മെലാനിൻ അല്ല കുഞ്ഞ്, ആബ്സെൻസ് ഓഫ് മെലാനിൻ എന്ന് പറയാൻ പറ്റില്ല. മെലാനിൻ തന്നെയാണ്, ബേസിക്കലി മെലാനിൻ തന്നെ, കുറച്ചുകൂടെ ഡെപ്തി പറയണം. ആർക്കാണ്? നമ്മുടെ ജസ്റ്റിസ്, നമ്മുടെ പഴയ ഗവർണർ ജസ്റ്റിസ് സദാശിവത്തിന് ഉണ്ടായിരുന്നതാണ് അല്ലെ വിറ്റിലിഗോ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വേറൊരു പേര് പറയും നമ്മൾ, ലൂക്കോഡെർമ. ഈ പേര് ഓർമ്മ, ലൂക്കോഡെർമ. വിറ്റിലിഗോ ലൂക്കോഡെർമ ഈസ് ദ partial or complete absence of എന്ത്? പാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മെലാനോസൈറ്റ്സ് which leads to white patches. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ വിറ്റിലിഗോയും വൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതായത് നമ്മുടെ അമേരിക്കൻസും അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരും വിറ്റിലിഗോ, അവർക്ക് ഫുൾ വിറ്റിലിഗോ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണെന്നറിയാവോ? വിറ്റിലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിറ്റിലിഗോയുടെ വൈറ്റ് കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? അതൊരു എന്താണ്, നമ്മൾ എന്താ പറയാ, സാധാരണ വൈറ്റ് പീപ്പിളിന്റെ വൈറ്റ് അല്ല വിറ്റിലിഗോയുടെ വൈറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്യുവർ വൈറ്റ് ആണല്ലേ? ഐ വിൽ ഷോ യു എ പിക്ചർ. ഞാൻ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. വെയിറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജസ്റ്റിസ് സദാശിവത്തിന്. ജസ്റ്റിസ് സദാശിവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ? ഇതാണ് ഈ പിക്ചർ, കാണാവോ? യെസ്. അപ്പോ ഇതാണ് വിറ്റിലിഗോ. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന അമേരിക്കൻസ് അല്ലെങ്കിൽ എന്താണ് യൂറോപ്യൻ കൺട്രീസിലെ ആൾക്കാർക്ക് ഈ ഒരു വെളുപ്പല്ലല്ലോ. അവർക്ക് ഒരു എന്തുണ്ട്, കുറച്ചെന്തുണ്ട്, മെലാനിൻ ഉണ്ട് അല്ലെ? അവർക്ക് കുറച്ചൊരു മെലാനിൻ ഉണ്ട്. അപ്പൊ അവരുടെ ദേഹത്ത് മെലാനിൻ അപ്പാടെ ഇല്ലാതില്ല. ദർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് മെലാനിൻ. പക്ഷേ എന്താണ്, നമ്മൾക്കുള്ളത് പോലെയോ അല്ലെങ്കിൽ എന്താണ് തീരെ നീഗ്രോ ഗ്രൂപ്പിൽപ്പെട്ട ആഫ്രിക്കൻ കൺട്രീസിൽപ്പെട്ട ആൾക്കാർക്കുള്ളത് പോലെ അത്രയധികം എന്തില്ല, മെലാനിൻ ഇല്ല. അപ്പൊ വിറ്റിലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്സ് വിച്ച് ഇസ് ഡ്യൂ ടു ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ലോസ് ഓഫ് എന്ത്? മെലാനോസൈറ്റ്സിന്റെ ലോസ് കൊണ്ടുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമ എന്ന് പറയുന്നത്. ഇനി മെലാനോസൈറ്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ വന്നാൽ 8% ഓഫ് ദ എപ്പിഡെർമൽ സെൽസ്, 8% ഓഫ് എപ്പിഡെർമൽ സെൽസ് ആർ ഏത്? മെലാനോസൈറ്റ്സ് ആണ് 8% എന്തെന്ന് പറയുന്നത്. 8% എന്തെന്ന് പറയുന്നത് എപ്പിഡെർമൽ സെൽസ്. ഇനി ഈ ആൽബിനിസം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആൽബിനിസം അതെന്താണ്? ആൽബിനിസം ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ ഡിസീസ് കണ്ടീഷൻ പോലെയാണ്. ആൽബിനിസം ഈസ് ദ ജെനറ്റിക് ഇന്നബിലിറ്റി of melanocytes to produce melanin. അത് മിക്കവാറും എന്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും? പ്രോബബ്ലി ഡെഫിഷ്യൻസി എന്തിട്ടായിരിക്കും? ഏതായിരിക്കും ഡെഫിഷ്യൻസി വരാനുള്ള ഒരു സാധ്യത? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും ഈ ഇന്നബിലിറ്റി വരാൻ കാരണം? നമുക്കറിയാം തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മുടെ ബോഡിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. തൈറോസിൻ എന്തായാലും ബോഡിയിലുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കില്ല. അൾട്രാവയലറ്റ് റേഡിയേഷൻസും വരുന്നുണ്ട്, മെലനോസൈറ്റ്സും ഉണ്ട്. അപ്പൊ പിന്നെ ഏതിന്റെ ആയിരിക്കും ഡെഫിഷ്യൻസി? അല്ല, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് സെൽസ് ഒന്നുമല്ല. ജെനറ്റിക് ഇന്നബിലിറ്റി ടു ഡെഫിഷ്യൻസി ഓഫ് എന്ത്? ഡെഫിഷ്യൻസി ഓഫ് ടൈറോസിനേസ് എൻസൈം. ടൈറോസിനേസ്
ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ത് വരിക? ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ത് വരിക? ആൽബിനിസം വരിക. ഇറ്റ് ഈസ് എ ജെനറ്റിക്കൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതാ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഈ ഓട്ടോസോമൽ ക്രോമസോംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഓട്ടോസോമൽ ക്രോമസോംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡോമിനന്റ് ആയിട്ടുള്ള ക്രോമസോംസ്. ഇവിടെ 3 ജീൻസ് ആണ്, എ ബി സി. ഈ പറയുന്ന 3 ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ മെലാനോസൈറ്റിന്റെ ഈ ടൈറോസിനസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന 3 ജീൻസ് ആണുള്ളത്. എ ബി സി എന്ന് പറയുന്ന 3 ജീൻസ്. ഇതില് ഇതൊരു എല്ലാം ക്യാപിറ്റൽ എ ആണെങ്കിൽ എന്താവും? നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മെലാനിൻ പ്രൊഡക്ഷൻ നടക്കും. എല്ലാം ക്യാപിറ്റൽ ആവുന്നത് ആരാണ്? ബ്ലാക്സ് ആണ്. ഇനി നമ്മളുടെയൊക്കെ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി. അതായത് അത് നിങ്ങൾക്ക് പണ്ട് നിങ്ങൾ പഠിച്ചായിരിക്കും. ഒരു ഫീനോടൈപ്പ് പറഞ്ഞാൽ, ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് മേക്കപ്പ് ആണ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ജീൻസ് ആണ്, എ എ ബി ബി സി സി. ഇതെന്താണ്? നീഗ്രോസ് അല്ലെങ്കിൽ ബ്ലാക്സ് അല്ലെ? ബ്ലാക്ക് ആയിരിക്കും, കാരണം ബിക്കോസ് ഓഫ് ദ മോർ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ. ഇനി നമ്മളെ പോലുള്ളവർക്ക് കൗക്കേഷ്യൻ അങ്ങനെ എന്തല്ലേ പറയുന്നത്? എന്താ പറയാ നമ്മളെ? എ ബി ബി സ്കിനീസ് അല്ലെ, അവരുടെ ഭാഷ പറഞ്ഞ സി സി. ഇതാണ് നമ്മുടെയൊക്കെ ഒരു ജെനറ്റിക് ഫിനോടൈപ്പ്. ഇനി വൈറ്റ്സിന്റെ ജെനറ്റിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ എ ബി ബി സി സി, എല്ലാം ബ്ലാക്സ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ആൽബിനിസം. അപ്പൊ എല്ലാം ഇത് എന്താവുമ്പോ എല്ലാം റെസസീവ് ജീൻസ് ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യില്ല? ടൈറോസിനേസ് ഉണ്ടാവില്ല. അത് അല്പം ഡെപ്തിലുള്ള കാര്യമാണ്. നിങ്ങൾ ഓർക്കാനുള്ള കാര്യം എന്താണ്? ഇത്രയും ഓർക്കുക, ആൽബിനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജെനറ്റിക് ഇന്നബിലിറ്റി ആണ്. ജെനറ്റിക് പക്ഷെ ഇതിനൊരു അസുഖമാണ് എന്ന് പറയാൻ പറ്റും. ആൽബിനിസം ക്യാൻ ബി പുട്ട് ഇറ്റ് ആസ് എ ഡിസീസ്? നമുക്കൊരു ഡിസീസ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ജെനറ്റിക്കൽ ഫിനോടൈപ്പിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഡിസീസിന്റെ ഗണത്തിൽ എന്ത് ചെയ്തിട്ടില്ല? പെടുത്തിയിട്ടില്ല. ഏത് ഈ മെലാനസ് ഇതിനെ നമ്മളൊരു ഡിസീസിന്റെ ഗണത്തിൽ നമ്മൾ പെടുത്തിയിട്ടില്ല. എന്നാലും നമ്മൾ ഓർക്കാനുള്ള കാര്യം, ഇത് മെലാനോസൈറ്റ്സിന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് തൈറോസിനേസ് എൻസൈം ഇല്ലാത്ത കാരണം മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വരുന്ന ജെനറ്റിക് ഇന്നബിലിറ്റി ആണ് വാട്ട് വി കോൾ ആസ് ആൽബിനിസം എന്ന് പറയുന്നത്. ആം ഐ ക്ലിയർ ടു എവരിവൺ? ഇനി അടുത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, സ്കിന്ന് വേറെ എന്താ ഒരു ഫങ്ഷൻ ചെയ്യുന്നത്? നമ്മൾ 2 കാര്യം കണ്ടു. സ്കിന്നിന്റെ കളർ കണ്ടു, സ്കിന്നിന്റെ തിക്നെസ് കണ്ടു. ഇനി എന്താ സ്കിന്നിന്റെ ഫങ്ഷൻ വരിക? 3ാമത്തെ സെൽസ് അങ്ങനെ ആയിരിക്കും വരിക. എന്താ സെൻസ്? പ്രൊട്ടക്ഷൻ, ദാറ്റ് ഈസ് ഇമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് ബൈ ലാംഗർഹാൻസ് സെൽസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് അല്ല, ലാംഗർഹാൻസ് സെൽസ് എന്ന് പറയുന്ന ലാംഗർഹാൻസ് സെൽസ് എന്താണ്? ലാംഗർഹാൻസ് സെൽസ് എന്ത് സെൽസ് ആണ്? എന്ത് തരം സെൽസ് ആണ് ലാംഗർഹാൻസ് സെൽസ്? So they are cutaneous immune system എന്നാണ് പറയാ. നമ്മൾ എന്താ പറയാ? ലാംഗർഹാൻസ് സെൽസ് ആർ കോൾഡ് ആസ് എന്ത്? cutaneous immune system, and these are the എന്ത്? macrophages which are macrophages ആണ്. macrophages അതായത് നമ്മൾ പോലെ ഫാഗോസൈറ്റിക് സെൽസ് ആണ്. macrophages of the skin ആണ് എന്ന് പറയുന്നത്. they are the cutaneous immune system. സ്കിന്നിലുള്ള ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന സെൽസ് ആണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയാ? ലാംഗർഹാൻസ് സെൽസ് എന്ന് പറയുന്നത്. they are macrophage cells. macrophage cells അതായത് സ്കിന്നിൽ വന്ന് അടിയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് ഒരു ഓർഗാനിസം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവനെ കയറി അറ്റാക്ക് ചെയ്യുക. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ട് വി കോൾ ആസ് ലാംഗർഹാൻസ് സെൽസ് എന്ന് പറയുന്നത്. ഈ ലാംഗർഹാൻസ് സെൽസ് എന്ത് ചെയ്യും? ഒരു ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ ഒരു മൈക്രോബ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവനാണ് ആദ്യം അറിയുക ഒരു മൈക്രോബ് എന്റെ ബോഡി കൂടെ കയറി അല്ലെങ്കിൽ ബോഡിയിലേക്ക് ഇന്റർവീൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നേരെ ആന്റിജൻ കൊണ്ടുപോയി. ആന്റിജൻ വരുമ്പോഴത്തേക്ക് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെ, മൈക്രോബിയൽ ആന്റിജനെ ഐഡന്റിഫൈ ചെയ്ത് അവനെ വിഴുകാനോ അല്ലെങ്കിൽ അവനെ പുറത്തേക്ക് വരാതിരിക്കാനോ ശ്രമിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? ലാംഗർഹാൻസ് സെൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മള്
ലാംഗ്ഹാൻസ് സെൽസ്. ഏറ്റവും വലിയ പ്രശ്നം HIV എന്ന് പറയുന്ന അസുഖം ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? HIV affects first affects ലാംഗ്ഹാൻസ് സെൽസ്. അതുകൊണ്ടാണ് ബോഡി കൂടുതൽ എന്തിലേക്ക് പോകുന്നത്? ഓപ്പർച്യൂണിറ്റിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള കാരണം. അതായത് ഫംഗസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖം വന്നിട്ടേ പോകുള്ളൂ. കാരണം ഇവൻ എന്ത് ചെയ്തളയും? ഈ ലാംഗ്ഹാൻസ് സെൽസ്. അപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാൻ സ്കിന്നിന്റെ പുറത്ത് വന്നിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ലാംഗ്ഹാൻസ് സെൽസ് വിൽ ഐഡന്റിഫൈ, ആന്റിജൻ പ്രസന്റ് ചെയ്യും, ആന്റിബോഡി ഉണ്ടാക്കും, ഇവൻ വിഴുങ്ങി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ HIV പോലുള്ള ഒരു അസുഖത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യവനെയാണ് ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത്? ഏറ്റവും ആദ്യം ഇവൻ എന്ത് ചെയ്തളയും? ഇവനെ നശിപ്പിക്കും. അത് എവിടെ? ഫോർസ്കിന്നില്, അതുപോലെ വജൈനൽ സ്കിന്നില്, ഓറൽ മ്യൂക്കോസിൽ, ഇവിടെയൊക്കെ ഉള്ളതാണ് ഏറ്റവും ആദ്യം നശിപ്പിക്കുക. അപ്പൊ പിന്നെ ഏത് ഇൻഫെക്ഷനും എന്ത് ചെയ്യും? പെട്ടെന്ന് ബോഡിയിലേക്ക് എന്ത് ചെയ്യും? കയറി വരും അല്ലെ? ഏത് ഇൻഫെക്ഷനും പെട്ടെന്ന് ബോഡിയിലേക്ക് കയറി വരും. അപ്പൊ അങ്ങനെ വരുന്നതിനെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അത് അത്തരത്തിലുള്ള സെൽസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാംഗ്ഹാൻസ് സെൽസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ലാംഗ്വേജ്. ഇനി അടുത്തൊരു കാര്യം. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ 3 ഫങ്ഷൻസ്, നമ്മൾ അതിന്റെ തിക്നെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ അതിന്റെ കളറിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ അതിന്റെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പിഡെർമിസിന് ബ്ലഡ് സപ്ലൈ ഉണ്ടോ? എപ്പിഡെർമിസിന് ബ്ലഡ് സപ്ലൈ ഉണ്ടോ? ഇല്ല. ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ഓർത്തോളണം. ഞാൻ ഇവിടെയാണ് എപ്പിഡെർമിസിന്റെ പേജിലാണ് എഴുതുന്നത്. എപ്പിഡെർമിസ് doesn't have the epidermis has no blood supply. അതുപോലെ തന്നെ എന്തുമില്ല? ബ്ലഡ് സപ്ലൈ ആൻഡ് nerves. ബ്ലഡ് വെസൽസ്, ബ്ലഡ് സപ്ലൈ എന്ന് പറയണ്ട, ബ്ലഡ് വെസൽസും ഇല്ല, നെർവ്സും ഇല്ല. അത് ഓർത്തോളാം. അപ്പോ അടുത്ത ചോദ്യം, പിന്നെ എങ്ങനെ സാറ് തൊടുന്നത് അറിയുന്നത്? ടച്ച് സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ ടച്ച് സെൻസ് ചെയ്യുന്നത്? ടച്ച് നമ്മൾ പറഞ്ഞു എന്താണ്? എപ്പിഡെർമിസിന് എന്തില്ല? നെർവ്സ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്ന, പിന്നെ എങ്ങനെയാ ടച്ച് സെൻസ് ചെയ്യുന്നത്? അതാണ് കഴിഞ്ഞ DHSലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കഴിഞ്ഞ DHSലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓർമ്മയില്ലാർക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഏതാണ്? ടച്ച് അല്ലെങ്കിൽ എപ്പിഡെർമിസിലെ സെൻസറി ഫൈബേഴ്സ് ഏത് സെൽസ് ആണ്? എങ്ങനെയാണ് വരുന്നത് എപ്പിഡെർമിസിലെ സെൻസറി ഫൈബേഴ്സ്? ഈ ക്വസ്റ്റ്യൻ ഉണ്ടായില്ലേ? മെർക്കൽ സെൽസ് ഓർ മെർക്കൽ ഡിസ്ക്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എനിക്ക് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നു സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ? ഓക്കെ, മെർക്കൽ സെൽ ഓർ മെർക്കൽ ഡിസ്ക്. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ സ്കിന്നിന്റെ സൂപ്പർഫിഷ്യൽ ലെയർ ആയ എപ്പിഡെർമിസിൽ എന്തില്ല? നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ നെർവ് ഇല്ല. അവിടെ നെർവ്സ് ഇല്ല. പകരമുള്ള എന്താണ്? there are certain cells called as മെർക്കൽ സെൽസ്. മെർക്കൽ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? they are tiny expanded sensory nerve fibers. ചെറിയ, അതായത് നെർവ് സെൽസ് കൊണ്ടുണ്ടാക്കിയ, സെൻസറി നെർവ് സെൽസ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ സെൽസ് ആണ്, ടൈനി സെൽസ് ആണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ നെർവ് ഫൈബേഴ്സ് ആണ് വാട്ട് വി കോൾ ആസ് മെർക്കൽ സെൽ അല്ലെങ്കിൽ മെർക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ഇവന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഡിറ്റക്ട്സ് ദ ടച്ച് ഓഫ് സെൻസ്. ഡിറ്റക്ട്സ് സെൻസ് ഓഫ് ടച്ച്. ഞാൻ തിരിച്ചറിയില്ലേ? സെൻസ് ഓഫ് ടച്ച് സെൻസേഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് ആരാണ്?
മെർക്കൽ സെൽ അല്ലെങ്കിൽ മെർക്കൽ ഡിസ്ക് എന്ന് പറയുന്ന സെൽസ്, സ്പെഷ്യലൈസ്ഡ് സെൻസറി സെൽസ് വിച്ച് ആർ സീൻ ഇൻ എപ്പിഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസിനെ സംബന്ധിച്ചോളം സ്വന്തമായിട്ട് എന്തില്ല? നെർവ് ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ നെർവ് ഇന്നർവേഷൻസ് ഇല്ല. പകരം അവിടെ ഉള്ളത് എന്താണ്? മെർക്കൽ സെൽ അല്ലെങ്കിൽ മെർക്കൽ ഡിസ്ക് എന്ന് പറയുന്ന ടൈനി സെൻസറി ഫൈബേഴ്സ് ആണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ടച്ച് സെൻസ് ചെയ്യുന്നത്. പെയിന് സെൻസ് ചെയ്യാറുണ്ടോ ഇവര്? എപ്പിഡെർമിസ് പെയിന് സെൻസ് ചെയ്യാറുണ്ടോ? ഇല്ല. എപ്പിഡെർമിസ് പെയിന് സെൻസ് ചെയ്യില്ല. പെയിന് സെൻസ് ചെയ്യുന്നത് തൊട്ട് താഴെ ഇരിക്കുന്ന ഡെർമിസ് ആണ്. അപ്പോ അതാണ് നമുക്കൊരു ചെറിയ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേദന അറിയാറില്ല. ചെറിയൊരു സ്ക്രാച്ച് സ്കിന്നിൽ, അതായത് ഒരു 0.1 mm സ്ക്രാച്ച് സ്കിന്നിൽ വന്നാൽ നമ്മൾ വേദന അറിയാറുണ്ടോ? ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ ഇല്ല. നമ്മൾ വേദന അറിയണമെങ്കിൽ അതിൽ കൂടുതൽ ഡെർമിസിലേക്ക് ഒരു സ്ക്രാച്ച് എത്തിയാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വേദന അറിയുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് ചെറിയൊരു പൊള്ളല്, തീരെ ചെറിയൊരു പൊള്ളൽ, ഒരു തുള്ളി വെള്ളം വീണ് പൊള്ളൽ വന്നാൽ നമ്മൾ അറിയില്ല. കാര്യം എന്നറിയാവോ? അത് ആ എപ്പിഡെർമിസിൽ മാത്രമാണ് പ്രശ്നമെങ്കിൽ നമ്മൾ അറിയില്ല. കാരണം എന്താണ്? ദർ ഇസ് നോ പെയിൻ സെൻസേഷൻ ഇല്ല. പക്ഷെ അത് ചെറുതായിട്ട് ഡെർമിസിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പെയിൻ അറിയും. സോ ഇത്രയാണ് നമുക്ക് സെൽസിനെ കുറിച്ച് പറയാനുള്ളത്. 4 തരത്തിലുള്ള സെൽസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്, എപ്പിഡെർമിസിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കെരാട്ടോസൈറ്റ്സ്. ഇവരാണ് കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്യൂറബിൾ പ്രോട്ടീൻ ആണ് കെരാറ്റിൻ. അതാണ് സ്കിന്നിന് സ്ട്രെങ്ത് നൽകുന്നത്. 90% എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? കെരാട്ടോസൈറ്റ്സ് ആണ്. ദെൻ നമ്മൾ മെലാനോസൈറ്റ്സ് മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. മെലാനിൻ പിഗ്മെന്റ് എന്ന് പറയുന്ന ബ്രൗൺ പിഗ്മെന്റ് ആണ്. അവന് UV റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റും. ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെയും അൾട്രാവയലറ്റ് റേഡിയേഷന്റെ പ്രസൻസിലാണ് മെലാനിനായി മാറുന്നത്. വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാനോസൈറ്റിന്റെ ആബ്സെന്റ് ആണ് വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമ എന്ന് പറയുന്നത്. അതേസമയം ആൽബിനിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജനറ്റിക് ഇന്നബിലിറ്റി ഓഫ് ദ മെലാനോസൈറ്റ്. മെലാനോസൈറ്റിലെ ജനറ്റിക്കൽ ഇന്നബിലിറ്റി ആണ് എന്ത്? മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജനറ്റിക് ഇന്നബിലിറ്റി ആണ് ആൽബിനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മേ ബി ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദ എൻസൈം കോൾഡ് ആസ് തൈറോസിനേസ്. ദെൻ ലാംഗർഹാൻ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂട്ടേനിയസ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. മാക്രോഫേജ് സെൽസ് ആണ്. അതായത് എൻഗൾഫ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസിനെ വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള സെൽസ് ആണ് ലാംഗർഹാൻ സെൽസ് എന്ന് പറയുന്നത്. HIV ഏറ്റവും ആദ്യം അഫക്ട് ചെയ്യുന്ന സെൽസും ലാംഗർഹാൻസ് ആണ്. ആൻഡ് അതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണം, ലാംഗർഹാൻ സെൽസ് ആർ മോർ ഫൗണ്ട് ഇൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുക? എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുക? They are more found in foreskin, mouth and vagina. ഇവിടെയാണ് കൂടുതൽ കാണുക. അപ്പൊ അതും കൂടെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് HIV ഏറ്റവും അഫക്ട് ചെയ്യുന്നത് അവിടെയാണെന്ന് മനസ്സിലാവും. ഫോർസ്കിനിൽ, അതായത് ഏറ്റവും പെട്ടെന്ന് മൈക്രോ ഓർഗാനിസത്തിന് എൻട്രി കിട്ടുന്ന സ്ഥലങ്ങളാണല്ലേ, അതായത് തിന്നായിട്ടുള്ള സ്കിന്നുള്ള സ്ഥലമാണ് ഫോർസ്കിൻ, മൗത്ത്, വജന. ഈ 3 സ്ഥലങ്ങളിൽ കൂടെയാണ് എന്ത് ചെയ്യുക? ലാംഗർഹാൻസ്. ഇതിനകത്ത് ലാംഗർഹാൻ സെൽസിനകത്ത് ബൈബർഗ് ഗ്രാനുൾസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ എക്സാമിൽ കുറച്ച് ഡെപ്തിൽ പോയാലോ, ബൈബർഗ് ഗ്രാനുൾസ് ഇല്ലേ? ബൈബർഗ് സെൽസ്, ബൈബർഗ് ഗ്രാനുൾസ് ആർ സീൻ ഇൻ ലാംഗർഹാൻ സെൽസ്. ലാംഗർഹാൻ സെൽസിനകത്ത് കാണുന്ന ഒരു തരം ഗ്രാനൂൾസിനെയാണ്, അതായത് എന്തിനു സഹായിക്കുന്നത്? ഈ ഗ്രാനൂൾസിനകത്താണ് ലൈസോസൈമൽ പ്രോട്ടീൻ പോലുള്ള അതായത് എന്താ ഹൈഡ്രോലൈറ്റിക് പ്രോട്ടീൻസ് ഇരിക്കുന്ന ഓർഗനൽ ഗ്രാനൂൾസ് ആണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? ബൈബർഗ് ഗ്രാനൂൾസ് എന്ന് വേണം. ആ പേരൊന്ന് ഓർത്തോളണം. എങ്ങാനും ചോദിച്ചാലോ ബൈബർഗ് ഗ്രാനൂൾസ് ഈ സീനിന് ഏതൊരു എയിംസിന് എങ്ങാനും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ബൈബർഗ് ഗ്രാനൂൾസ് ആ സീനിന് എന്താണ്? ലാംഗർഹാൻ സെൽസ് ഓഫ് ഏതാണ്? എവിടുത്തെ ലാംഗർഹാൻ സെൽസ്? എപ്പിഡെർമിസ് ലാംഗർഹാൻ സെൽസ് ആണ്. ഇതുപോലെ ലാംഗർഹാൻ സെൽസ് വേറെ ഉണ്ട്. എവിടെയാണ് വേറൊരു ലാംഗർഹാൻ സെൽസ് ഉള്ളത്? പാങ്ക്രിയാസിൽ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് മാറിപ്പോകണ്ട. ലാംഗർഹാൻ സെൽസ് എന്ന് പറയുന്ന എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്ന ഒരു തരം ലാംഗർഹാൻ സെൽസ് ഉണ്ട്. അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ് ലാംഗർഹാൻ, പോൾ ലാംഗർഹാൻ. മറ്റേ സയന്റിസ്റ്റില്ല, അത് രണ്ട് സയന്റിസ്റ്റുമാരാണ്. ദെൻ ക്യൂട്ടേനിയസ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നാണ് ലാംഗർഹാൻ സെൽസ് നമ്മൾ പറയാ. മാക്രോഫേസ് ആണ്. HIV ഏറ്റവും കൂടുതൽ ആദ്യം അഫക്ട് ചെയ്യുന്ന ലാംഗർഹാൻ സെൽസിനാണ്. ഈ ലാംഗർഹാൻ സെൽസ് മോർ കാണുന്നത് എവിടെയാണ്? ഈ ഏറ്റവും തിന്നായിട്ടുള്ള സ്കിന്ന് ഏറ്റവും കൂടുതൽ തിന്നായിട്ടുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുക? ലാംഗർഹാൻ സെൽസ് കാണുക.
പറയാം. അത് കുറച്ച് ഡെപ്തിൽ വരുമ്പോൾ നമുക്കത് പറയാം, എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുക, ഈ ലാംഗർഹാൻസ് സെൽസ് കാണുക. അതുപോലെ തന്നെ ബൈബക് ഗ്രാനൂൾസ് എന്ന് പറയുന്നത് ലാംഗർഹാൻസ് സെൽസിൽ കാണുന്ന ഒരു തരം ഗ്രാനൂൾസ് ആണ്. ക്ലിയർ? ഷാൽ വി മൂവ് ഓൺ? Now we can see about the layers of epidermis. എപ്പിഡെർമിസിന്റെ ലേയേഴ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ലേയേഴ്സ് ഓഫ്, എത്ര ലേയേഴ്സ് ഉണ്ട് എപ്പിഡെർമിസിന്? ലേയേഴ്സ്, there are 5 layers എല്ലായിടത്തും. അപ്പൊ ഞാൻ ഈ 5 ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ലേയേഴ്സ് ഓഫ് എപ്പിഡെർമിസ്, ലേയേഴ്സ് ഓഫ് എപ്പിഡെർമിസ് എത്ര ലെയർ ഉണ്ട്? ഇറ്റ് ഈസ് there are 5 layers അല്ലെ, 5 layers ആണുള്ളത്. 5 layers. First one is what we call as stratum corneum. സ്ട്രാറ്റം, നമ്മളെല്ലാ ഈ സ്കിന്നിന്റെ ലെയർ എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്ട്രാറ്റം എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ലെയർ എന്നാണ് കേട്ടാ. സ്ട്രാറ്റം കോർണിയം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറൊരു പേര് പറയാം, എന്താണ്? ഓർ ഹോണി ലെയർ. സ്ട്രാറ്റം കോർണിയം, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ഹോണി ലെയർ. ഇതാണ് എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റം കോർണിയം, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ഹോണി ലെയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ്. ഇതിനകത്ത് ലെയർ പറയുമ്പോൾ ഇതിനകത്ത് ഈ ലെയേഴ്സിനകത്തുള്ള നമ്പർ ഓഫ് റോസ്, അതായത് സെൽസ് ഇങ്ങനെ റോസ് ആയിരുന്നു. നമ്മൾ ഈ എപ്പിത്തീലിയം കാണുമ്പോൾ, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അതെന്താണ്? കുറെ ലേയേഴ്സ് ഓഫ് സെൽസ് ആണ്, അല്ലേ? ലേയേഴ്സ് ഓഫ് സെൽസ് അല്ലേ ഈ എപ്പിത്തീലിയം? അതുപോലെയാണ് ഈ ഓരോന്ന്. ഈ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത് ഏകദേശം 25 മുതൽ 25 to 30 റോസ്, 30 റോസ് സെൽസ് ഉണ്ടാവും. ഇത്രയും, അതായത് 25 മുതൽ 30 റോ, ROW വേറൊന്നും എഴുതിക്കുന്നത്, റിസർച്ച് ആൻഡ് അനാലിസിസ്. 25 മുതൽ 30 റോ സെൽസ് എന്താണ് ഇങ്ങനെ, എന്താണ് നമ്മൾ ഈ കാണുന്ന ഇതിനകത്ത് ഏറ്റവും മേളിൽ കണ്ടോ എപ്പിഡെർമിസ് കണ്ടോ? കുറെ ഇങ്ങനെ അടുക്കിയല്ലേ വെച്ചേക്കുന്നത്. അങ്ങനെ 25 മുതൽ 30 റോ വരെ എന്ത് സ്ട്രാറ്റം കോർണിയം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രാറ്റം കോർണിയം നമ്മൾ പീൽ ഓഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കലി ഏകദേശം 25 മുതൽ 30 റോ വരെ എന്തുണ്ട്? സെൽസ് ഉണ്ട്, ലെയർ ഉണ്ട് ഇതിനകത്ത്, ഈ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ഇതിനകത്ത് എന്ത് തരം സെൽസ് ആ ഉണ്ടാവും? അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ, ഔട്ടർ മോസ്റ്റ് ലെയർ consists of dead keratocytes called as corneocyte. ഡെഡ് ആയ കെരാറ്റോസൈറ്റ്സ് ആണ് കാണുക. അതിന്റെ പേരാണ് എന്തെന്ന് പറയാ? വാട്ട് വി കോൾ ആസ് കോർണിയോസൈറ്റ് എന്ന് പറയുന്നത്. കോർണിയോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ dead keratocytes which are seen in the outermost layer, അല്ലെങ്കിൽ സ്ട്രാറ്റം കോർണിയം. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്, എന്തെന്ന്? കോർണിയം എന്ന് പേര് വരുന്നത്, അല്ലെങ്കിൽ ഹോണി ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡെഡ് കെരാറ്റോസൈറ്റ്സ് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ സെല്ലിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ലെയറിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? സെൻസേഷൻ ഉണ്ടാവില്ല. പിന്നെന്താ? ദിസ് ലെയർ ഈസ് കോൺസ്റ്റന്റ്ലി റീപ്ലേസ്ഡ്, അല്ലേ? നിങ്ങളുടെ കൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും മേളിലിരിക്കുന്ന ആ ലെയർ അതിങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന ലെയർ ആണ്, അല്ലേ? ദ സെൽസ് ആർ ദിസ് ലെയർ ഈസ് കോൺസ്റ്റന്റ്ലി ബീങ് റബ്ഡ് ഓഫ്. എന്താണ്? ഒരഞ്ഞങ്ങ് പോവും. being rubbed off, constantly rubbed off and replaced by germinal layer. ആ ജെർമിനൽ ലെയർ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് വരുമ്പോൾ തന്നെ പഠിക്കാണ്ട് ജെർമിനേറ്റം അല്ലെങ്കിൽ ജെർമിനൽ ലെയർ എന്താണെന്ന് നമുക്ക് പഠിക്കാണ്ട്. റീപ്ലേസ്ഡ് ബൈ ജെർമിനൽ ലെയർ.
അതായത് നമ്മുടെ കയ്യിൽ കാണുന്ന പോലത്തെ ഇതാണ് സ്കിൻ, ഇളകി പോകുന്ന സ്കിൻ ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ സാധാരണ യൂസേജ് വരുമ്പോഴത്തേക്ക് അവ എന്ത് ചെയ്യും, അവനങ്ങ് ഇളകി അങ്ങ് പോവും. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ഇത് വന്നുകൊണ്ടിരിക്കും. ഇനി എവൻ ഈ പറഞ്ഞ പോലെ ഈ കോർണിയോസൈറ്റ്സ് അല്ലെങ്കിൽ ഡെഡ് കെരാറ്റോസൈറ്റ്സ് ആകുമ്പോഴത്തേക്ക് സെൽസ് ഡെത്ത് ആയി. അപ്പൊ എന്താ സംഭവിക്കുക അവിടെ? ആക്ച്വലി എന്താ സംഭവിക്കുക? ആക്ച്വലി സ്കിന്ന് വാട്ടർ പ്രൂഫ് ആണോ? സ്കിന്ന് വാട്ടർ പ്രൂഫ് ആണോ? യെസ്, ആക്ച്വലി ഇതാണ് കാരണം. സൈറ്റോപ്ലാസം ഓഫ് കെരാറ്റോസൈറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ഏത്? കെരാറ്റിൻ എന്നുള്ള പ്രോട്ടീൻ എന്നറിയാം അല്ലെ, കെരാറ്റിൻ പ്രോട്ടീൻ. ആൻഡ് ഇറ്റ് gives tough and waterproof skin. ഏറ്റവും ടഫായിട്ടുള്ള വാട്ടർ പ്രൂഫ് സ്കിൻ ഉണ്ടാവാനുള്ള കാരണം തന്നെ എന്താണ്? ഈ പറയുന്ന ഏറ്റവും മുകളിലുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആയ സ്ട്രാറ്റം കോർണിയമാണ്. എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രാറ്റം കോർണിയത്തിനകത്ത് കെരാറ്റോസൈറ്റ് സെൽസ് ഡെത്ത് ആയിരിക്കുന്നു. ഈ ഡെത്തായ കെരാറ്റോസൈറ്റ് സെൽസിന്റെ സൈറ്റോപ്ലാസം മുഴുവൻ എന്തായിരിക്കും? കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആയിരിക്കും. ഈ കെരാറ്റിൻ പ്രോട്ടീൻ ആണ് ഈ ടഫ് എന്ന് പറയുന്ന സ്ട്രെങ്തും അതുപോലെ തന്നെ എന്തും കൊടുക്കുന്നത്, വാട്ടർ പ്രൂഫ് കപ്പാസിറ്റിയും കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഈ ഡെഡ് കെരാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന കോർണിയോസൈറ്റ്സ് ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ. അപ്പൊ ആദ്യത്തെ ലെയർ അതാണ്. ഇനി രണ്ടാമത്തെ ലെയർ ഏതാ? ഫസ്റ്റ് ലെയർ അതായിരുന്നു. സെക്കൻഡ് ലെയർ ഏതാ? സെക്കൻഡ് ലെയർ ഈസ് കോൾഡ് ആസ് സ്ട്രാറ്റം ലൂസിഡം. സ്ട്രാറ്റം ലൂസിഡം. വേറെ പേര് വല്ലതും ഉണ്ടോ സ്ട്രാറ്റം ലൂസിഡത്തിന്? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ട്രാൻസ്ലൂസന്റ് ലെയർ. ചിലപ്പോ അങ്ങനെ തന്നെ ചോദിക്കും, ട്രാൻസ്ലൂസന്റ് ലെയർ. ആക്ച്വലി ഇറ്റ് ഈസ് എ സെമി ട്രാൻസ്പെറന്റ് ആണ്, ട്രാൻസ്ലൂസന്റ് ലെയർ ആണ് അല്ലെ. ഇറ്റ്സ് എ ട്രാൻസ്ലൂസന്റ് അതായത് വെട്ടം കടത്തി ഓർ സെമി ട്രാൻസ്പെറന്റ് ആണ്. സെമി ട്രാൻസ്പെറന്റ് ലെയർ, ട്രാൻസ്ലൂസന്റ് അല്ലെങ്കിൽ സെമി ട്രാൻസ്പെറന്റ് ലെയർ ആണ്. ബിനീത്ത് ഏതിന്റെ താഴെ? ബിനീത്ത് സ്ട്രാറ്റം കോർണിയം. സ്ട്രാറ്റം കോർണിയത്തിന്റെ തൊട്ട് താഴത്ത് വരുന്ന ലെയർ ആണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റം ലൂസിഡം അല്ലെങ്കിൽ എന്തെന്ന് പറയാ? ട്രാൻസ്ലൂസൻ ലെയർ എന്ന് പറയാം. എത്ര റോ ഉണ്ടാവും? നമ്പർ കുറവാണ്. 3 to 5 റോസ് ഉണ്ടാവുള്ളൂ. 3 to 5 റോസേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ട്രാൻസ്ലൂസൻ ലെയർ പ്രത്യേകത എന്താ? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ, ചോദ്യം ഇവിടെ വരെ, പ്രസന്റ് ഓൺലി ഇൻ thick skin of arm and soul. സോളിലും അതായത് കൈയുടെ ഉള്ളിലും ഉള്ളം കാലിലും മാത്രം കാണുന്ന ലെയർ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റം ലൂസിഡം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി ചോദിക്കുന്ന ഒരു സാധനമാണ്. കാരണമാണ്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഈ സോളിന്റെ ഒരു പ്രത്യേകത, നമ്മൾ സോളില് ഫീറ്റിന്റെ ഹീലിനെ കുറിച്ച് നമ്മൾ ഒരു പ്രത്യേകത പറഞ്ഞു. എന്തായിരുന്നു? കുറച്ചുകൂടെ തിക്നെസ്, ബാക്കിയുള്ള സ്കിന്നെ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കൂടുതലാണെന്ന് പറഞ്ഞല്ലേ. അതിന്റെ ഒരു റീസൺ ഇതും കൂടെയാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്കിന്നിന് എത്ര ലെയറേ ഉള്ളൂ? 4 ലെയറേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്കിന്നിന് 4 ലെയറേ ഉള്ളൂ. നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോ നമ്മൾ 5 ലെയർ ഉണ്ടെന്ന് പറയുമ്പോഴും എവിടെ വരുമ്പോ
ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 4 ലെയറേ ഉള്ളൂ. എവിടെ മാത്രമേ 5 ലെയർ ഉള്ളൂ? എവിടെ മാത്രമേ 5 ലെയർ ഉള്ളൂ? 2 സ്ഥലങ്ങളിലും മാത്രമേ 5 ലെയർ ഉള്ളൂ. എവിടെയൊക്കെ? സ്കിന്നിലും, പാമിലും സോളിലും. അത് മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? മനസ്സിലായോ അത്? സോ അപ്പൊ നമ്മൾ സെക്കൻഡ് ലെയർ, ദാറ്റ് ഈസ് എന്താണ്? സ്ട്രാറ്റൻ ലൂസിഡും അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ലൂസൻ ലെയർ എന്നാ പറഞ്ഞത്. സ്ട്രാറ്റൻ. സോ അപ്പൊ ഫസ്റ്റ് ലെയർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്ട്രാറ്റം കോർണിയം അല്ലെങ്കിൽ കോർണി ലെയർ അല്ലെ? സ്ട്രാറ്റം കോർണിയം അല്ലെങ്കിൽ ഹോണി ലെയർ എന്ന് പറയും. അതിനകത്ത് സ്ട്രാറ്റം കോർണിയം എന്ന് പറയാനുള്ള കാരണം എന്താണ്? കോർണിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് കെരാറ്റോസൈറ്റ് സെൽസ് ഉള്ളത് കൊണ്ടാണ്. ഡെഡ് കെരാറ്റോസൈറ്റ് സെൽസ് ആകുമ്പോഴത്തേക്ക് എന്റെ സൈറ്റോപ്ലാസ്റ്റിൽ കെരാറ്റിൻ ആയിരിക്കും. ഇവൻ എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ബി റബ്ഡ് ഓഫ് അല്ലെ? ഇത് റബ്ബ് ഓഫ് ചെയ്യും. ആൻഡ് ഈ റബ്ബോ എത്ര നാളെടുക്കും ഒരു കോർണി ലെയർ അല്ലെങ്കിൽ ഹോണി ലെയർ റബ്ബ് ഓഫ് ചെയ്യാൻ? റീപ്ലേസ്മെന്റ് അതും കൂടെ പറഞ്ഞു. റീപ്ലേസ്മെന്റ് ഓഫ് സ്ട്രാറ്റം കോർണിയം ടേക്സ് എത്ര നാള്? സ്ട്രാറ്റം കോർണിയം ടേക്സ് അപ്രോക്സിമേറ്റ്ലി 40 days, 40 ദിവസം. 40 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുക? ഈ സ്ട്രാറ്റം കോർണിയം റീപ്ലേസ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രാറ്റം കോർണിയം റീപ്ലേസ് ചെയ്യുന്നത് ഏകദേശം 40 ദിവസം കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുക. സോ അപ്പൊ അത് നമ്മൾ കണ്ടു. നമ്മൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെയർ സ്ട്രാറ്റം ലൂസിഡും അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ ലെയർ നമ്മൾ കണ്ടു. ആൻഡ് ഈ ട്രാൻസ്ലൂസൻ ലെയറിന്റെ പ്രത്യേകത, എവിടെയൊക്കെ പാമിലും സോളിലും മാത്രമേ എന്തുള്ളൂ? ഈ ട്രാൻസ്ലൂസൻ ലെയർ ഉള്ളൂ. ഇനി തേർഡ് വൺ ഈസ് സ്ട്രാറ്റം ഗ്രാനുലോസം. ഇത് ഏകദേശം 3 മുതൽ 5 റോയാണ് ഉണ്ടാവുക. 3 to 5 റോസ് ആണ് ഉണ്ടാവുക. സ്ട്രാറ്റം ഗ്രാനുലോസം എന്ന് പറയുന്ന സെൽസ്. എന്താണ് സ്ട്രാറ്റം ഗ്രാനുലോസത്തിന്റെ പ്രത്യേകത? ഇവിടെ എന്താണ്? ഇവിടെ കെരാറ്റോസൈറ്റ്സിന് എന്തില്ല? ഇവിടെ കെരാറ്റോസൈറ്റ്സിന് ന്യൂക്ലിയസ് ഇല്ല. കെരാറ്റോസൈറ്റ്സ് have keratocytes no nucleus in keratocytes. Keratocytes എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ആൻഡ് സൈറ്റോപ്ലാസം consists of എന്ത്? Cytoplasm consists of keratohyalin granules. സൈറ്റോപ്ലാസത്തിനകത്ത് എന്തുണ്ടാവും? കെരാറ്റോഹയാലിൻ എന്ന് പറയുന്ന ഗ്രാനൂൾസ് ഉണ്ടാവും. ആൻഡ് ഈ കെരാറ്റോഹയാലിൻ എന്താണ്? സാർ വിയോ എന്താണ് വി? കെരാറ്റോഹയാലിൻ എന്താണ്? Keratohyalin is the precursor of keratin protein. Keratin protein-ന്റെ പ്രിക്കർസർ ആണ് എന്തെന്ന് പറയുന്നത്? കെരാറ്റോഹയലിൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റം ഗ്രാനുലോസം എന്ന് പറയുന്ന ലെയർ, ഇത് നമ്മൾ ഗ്രാനുലാർ ലെയർ എന്നും പറയും കേട്ടാ. ഗ്രാനുലാർ ലെയർ. ഇതെന്താ ഗ്രാനുലാർ ലെയർ എന്ന് പറയാനുള്ള കാര്യം? നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പിഡെർമിസിനെ സംബന്ധിച്ചിടത്തോളം 80% കെരാറ്റോസൈറ്റ് സെൽസ് ആണ് അല്ലെ? 80% കെരാറ്റോസൈറ്റ് സെൽസ് ആണ്. ഈ കെരാറ്റോസൈറ്റ് സെൽസ്, അതായത് സ്ട്രാറ്റം ഗ്രാനുലോസം എന്ന് പറയുന്ന ലെയറിൽ കാണുന്ന കെരാറ്റോസൈറ്റ് സെൽസിനകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ഉണ്ടാവില്ല. പകരം ഉണ്ടാവുന്ന എന്താണ്? ഗ്രാനൂൾസ് ആണ്. എന്താണ്? കെരാറ്റോഹയലിൻ എന്ന് പറയുന്ന കെരാറ്റിൻ പ്രോട്ടീന്റെ പ്രിക്കർസർ ഗ്രാനൂൾസ് ആണ് ഉണ്ടാവുക. ഈ ഗ്രാനൂൾസ് ആണ് പിന്നെ എന്തായി മാറുന്നത്? കെരാറ്റിനായിട്ട് മാറുന്നത് അല്ലെ? കെരാറ്റിനായിട്ട് മാറുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ തേർഡ് ലെയർ. ഇനി ഫോർത്ത് ലെയർ ഈസ് കോൾഡ് ആസ് സ്ട്രാറ്റം സ്പൈനോസം. Fourth layer, stratum spinosum, or it is otherwise called as prickle cell layer. Prickle cell layer, and it consists of around 8 to 10 rows.
8 മുതൽ 10 റോസ് വരെ ഉണ്ടാവും. 8 to 10 റോസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് എ ഫോർത്ത് ലെയർ. അപ്പോഴേ ഒരു ചോദ്യം വരും, ഇപ്പോ സോളും പാമും അല്ലാതെ ഒരിടത്ത് ഫോർത്ത് ലെയർ ഏതാണ്, അല്ല തേർഡ് ലെയർ ഏതാണ്? സോളും പാമും അല്ലാത്ത ഒരു സ്ഥലത്ത് വരുമ്പോ തേർഡ് ലെയർ ഏതാണ്? സ്പൈനോസോ ആണ് രശ്മിയെ. കാരണം എന്താണ്, സോളിലും പാമിലും മാത്രമേ എന്തുള്ളൂ, സ്ട്രാറ്റം ലൂസിഡുള്ളൂ. ചിലപ്പോ അങ്ങനെ ചോദിച്ചേക്കാം. ഇനി ചിലപ്പോ എടുത്തു വെച്ചിട്ട് എന്താ ഫോർഹെഡ് സ്കിൻ വിച്ച് ഇസ് ദ തേർഡ് ലെയർ ഓഫ് സ്കിൻ ഇൻ ഫോർഹെഡ് എന്ന് ചോദിച്ചാൽ തേർഡ് ലെയർ ഏതാണ്? സ്ട്രാറ്റം സ്പൈനോസോ ആണ്. അതേസമയം സോളിലും പാമിലും മാത്രമാണ് അഡീഷണൽ ലെയർ, അതായത് സെക്കൻഡ് ലെയർ ഉണ്ടാവുക. ഏത്? സ്ട്രാറ്റം ലൂസിഡം എന്ന് പറഞ്ഞ സെക്കൻഡ് ലെയർ. നിങ്ങൾ അത് ഓർത്ത് തന്നെ വെക്കണം കേട്ടാ. സോ സ്ട്രാറ്റം സ്പൈനോസോ അല്ലെങ്കിൽ പ്രിക്കിൾ സെൽ ലെയർ. എന്തുകൊണ്ട് അവന് സ്ട്രാറ്റം സ്പൈനോസോ അല്ലെങ്കിൽ പ്രിക്കിൾ സെൽ ലെയർ പറയുന്നു? എന്തുകൊണ്ടാ? ഇവിടെ കെരാറ്റോസൈറ്റ്സ് ഹാവ് ഇവിടുത്തെ കെരാറ്റോസൈറ്റ്സ് ഹാവ് സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻ, പ്രോട്ടോപ്ലാസ്മിക് പ്രൊജക്ഷൻസ്. അതായത് പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് എന്തുണ്ടാവും? ഈ കൈയും കാലും വളർന്ന പോലെ പ്ലാസ്മ മെംബ്രെയിൻ പുറത്തേക്ക് എന്ത് ചെയ്തിരിക്കും? വളർന്നിരിക്കും. അല്ലല്ല, ഈ പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഒരു എന്താണ് സ്പൈൻ പോലെ ഇങ്ങനെ ഈ പ്രൊജക്ഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? പൊങ്ങി നിൽക്കും സ്കിന്നിന്റെ പുറത്ത്. അല്ലെങ്കിൽ ഈ ലെയറിലെ സെൽസിൽ, കെരാറ്റോസൈറ്റ് സെൽസിനകത്ത് ഒരു പ്രൊജക്ഷൻസ് ഉണ്ടാവും, ഇങ്ങനെ വിരൽ പോലെ, അല്ലെങ്കിൽ സ്കിൻ സെൽ മെംബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്ഷൻ. അപ്പൊ ഇങ്ങനെ പ്രൊജക്ഷൻ വരുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണ്? So this connects cells together. These projections helps cells to bind together. രണ്ടുപേരും തമ്മിൽ ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? രണ്ടുപേരും തമ്മിൽ ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. സോ അപ്പോ സ്ട്രാറ്റം സ്പൈനോസോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കെരാറ്റോസൈറ്റ്സിനകത്ത് എന്തുണ്ടാവും? there are certain protoplasmic projections and these projections helps to എന്താണ്? ബൈൻഡ് ടുഗദർ. രണ്ടുപേരും തമ്മിലുള്ള അറ്റാച്ച്മെന്റിന്, ബൈൻഡിങ്ങിന് സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന പ്ലോട്ടോപ്ലാസ്റ്റിക് പ്രൊജക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് എന്താണ്? സ്ട്രാറ്റം സ്പൈനോസം അല്ലെങ്കിൽ സ്പൈനസ് ലെയർ. സ്ട്രാറ്റം സ്പൈനോസം അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക? പ്രിക്കിൾ സെൽ ലെയർ അല്ലെങ്കിൽ എന്താ സ്പൈനസ് ലെയർ എന്ന് പറയുക. ഓർ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് സ്പൈനസ് ലെയർ. ക്ലിയർ? ഫോർത്ത് ലെയർ ക്ലിയർ ആയോ? Yes. Then fifth one is stratum germinatum or stratum basal. Stratum germinativum or stratum basal. ഇതിന്റെ റോസ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എവനാണ് എന്ത് ഈ പറയുന്ന ഗ്രോയിങ് ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റം ബേസാൽ ആണ്, അല്ലെ? ഇറ്റ് ഈസ് ദ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയർ ആണ്, അല്ലെ? ഡീപ്പസ്റ്റ് ലെയർ മിക്കവാറും തന്നെ എന്താണ്? സിംഗിൾ സെൽസ് ആയിരിക്കും. ഡീപ്പസ്റ്റ് ലെയർ വിത്ത് സിംഗിൾ ലെയർ. സാധാരണഗതിയിൽ സിംഗിൾ ലെയർ ആയിരിക്കും. കാരണം ഇവിടെ നിന്നാണ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ലെയറിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കെരാറ്റോസൈറ്റ്സ്, അല്ലേ? This layer undergoes continuous cell division and produces new keratocytes.
അപ്പോ എന്ത് സംഭവിക്കും? ഈ സ്ട്രാറ്റം ബേസൽ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞപ്പോ സ്ട്രാറ്റം കോർണിയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്ട്രാറ്റം കോർണിയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എന്ത് പറഞ്ഞു? നമ്മൾ ഈ സ്ട്രാറ്റം കോർണിയം കുറച്ച് ദിവസം കഴിയുമ്പോൾ ജെർമിനൽ ലെയർ കൊണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റം ജെർമിനേറ്റവും കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റം ജെർമിനേറ്റം അല്ലെങ്കിൽ ബേസൽ ലെയർ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് ഓരോ ദിവസവും പുതിയ പുതിയ സെൽസും പുതിയ സെൽസ് ഇങ്ങനെ ഉണ്ടായി വരും. അത് കുറെ സെൽസ് എന്തായി മാറും? കുറെ സെൽസ് സ്ട്രാറ്റം സ്പൈനോസോ ആയി മാറും, അല്ലെങ്കിൽ എന്താണ് സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് ഉള്ള സെല്ലായി മാറും. കുറെ സെൽസ് എന്തായി മാറും? ന്യൂക്ലിയസ്, അതിന്റെ ന്യൂക്ലിയസ് പോയിട്ട് കെരാറ്റോഹൈലിൻ ഗ്രാനൂൾസ് കയറും, അത് ഗ്രാനുലോസൻ ലെയർ ആവും. കുറെ സെൽസ് എന്താവും? ട്രാൻസ്ലൂസൻ ലെയർ ആവും, അതായത് ഏറ്റവും തിന്നായിട്ടുള്ള ട്രാൻസ്ലൂസൻ ലെയർ പാമിലും സോളിലും വരുമ്പോൾ കുറെ ലെയർ എന്താവും? ഡെഡ് സെൽസ്, ഡെഡ് സെൽ. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. ജെർമിനേറ്ററിൽ നിന്ന് ഉണ്ടായി ഓരോ ലെയർ ഇങ്ങനെ കയറി അവസാനം എന്തായി മാറും? സ്ട്രാറ്റം കോർണിയമായി മാറും. ക്ലിയർ? എപ്പിഡെർമിസ് കഴിഞ്ഞു. Now we are going to move on the second layer of the skin, that is what we call as dermis. ഇതിന്റെ രണ്ടാമത്തെ ലെയർ ആണ് what we call as dermis. What is dermis? സ്ട്രാറ്റം ലൂസിഡം പാം 3 or 5 മനസ്സിലായല്ലോ? ഒന്ന് സ്ട്രാറ്റം ലൂസിഡം പാം 3 പാമിലും സോളിലും 5 ലെയർ സ്കിൻ 5 എപ്പിഡെർമൽ ലെയർ ഉണ്ട്. പാമിലും സോളിലും അത് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് എഴുതിയിടാം, കാരണം കൺഫ്യൂഷൻ ആകണ്ട. പാം ആൻഡ് സോൾ ഏറ്റവും താഴായിട്ട് ഒരു കോളത്തിൽ ചെയ്തിട്ടുണ്ട്. പാം ആൻഡ് സോൾ consist of 5 layers in epidermis. Epidermisൽ 5 layers ഉണ്ട്. And rest of the body skin consist of 4 layers. അവിടെ ഇല്ലാത്ത ഏതാണ്? സ്ട്രാറ്റം ലൂസിഡം ഇല്ല അല്ലെ, ബാക്കിയുള്ളത് സ്ട്രാറ്റം ലൂസിഡം. അപ്പൊ ചോദ്യം വരികയാണെങ്കിൽ പാമിലും സോളിലും 5 ലെയർ ഉണ്ട്, ബാക്കിയുള്ളടുത്ത് 4 ലെയറേ ഉള്ളൂ. മനസ്സിലായോ? So dermis it is made of എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ വിത്ത് കൊളാജൻ. കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്തുകൊണ്ട്? കണക്റ്റീവ് ടിഷ്യൂ വിത്ത് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് മെയ്ഡ് ഓഫ് അല്ല, മെയ്ഡ് ഓഫ് എന്ന് പറയണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. മെയ്ഡ് ഓഫ് കൊളാജൻ കണക്റ്റീവ് ടിഷ്യൂ വിത്ത് കൊളാജൻ ഇലാസ്റ്റിക് ഫൈബേഴ്സ് അണ്ടർ എവിടെ? എന്തിന്റെ താഴെ? അണ്ടർ ദ എപ്പിഡെർമിസ്. എപ്പിഡെർമിസിന്റെ താഴെ എന്താണ്? കൊളാജൻ ഫൈബറും അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഫൈബറും അടങ്ങുന്ന കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയാ? വാട്ട് വി കോൾ ആസ് ഡെർമിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഡെർമിസ് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. പിന്നെന്തുണ്ട്? നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ നെർവ് എൻഡിങ്സ് നമ്മൾ വേറൊരു പേര് പറയും. ഇറ്റ് ഈസ് കോൾഡ് ആസ് മെയിനോസ്. ചിലപ്പോൾ ചോദിച്ചേക്ക് മെസിനോസ് കോർപ്പസിൽസ്. Mercinous corpuscles are nerve endings which are find in എവിടെയാണ്? ഇവിടെ ഡെർമിസിൽ കാണുക. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മള്? ഡെർമിസിനകത്ത് ബ്ലഡ് വെസൽ ഉണ്ട്, നെർവ് എൻഡിങ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഹെയർ ഫോളിക്കിൾസ് എവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പിഡെർമിസിൽ നല്ല. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിരിക്കുക, പക്ഷെ ഒരു ചെറിയൊരു ദ്വാരം അകത്തുണ്ടല്ലേ. ഡെർമിസിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹെയർ ഫോളിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മാക്രോഫേജസ്. ഇത്രയും സാധനങ്ങൾ വിത്ത് കണക്റ്റീവ് ടിഷ്യൂ, അതാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? വാട്ട് വി കോൾ ആസ് ഡെർമിസ് എന്ന് പറയുന്നത് അല്ലെ. ഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആക്ച്വലി ബേസിക്കലി ഡെർമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇലാസ്റ്റിക് ഫൈബറും കൊളാജൻ ഫൈബറും ഉള്ളത് കൊണ്ട് ഡെർമിസിന് കിട്ടുന്ന ഗുണം എന്താണ്?
കിട്ടുന്ന ഗുണം എന്താണ്? ഇറ്റ് ഗീവ്സ് എന്ത് കൊടുക്കും? ഇറ്റ് ഗീവ്സ് സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി അല്ലേ? കൊളാജൻ ഫൈബർ ആൻഡ് ഇലാസ്റ്റിക് ഫൈബർ, കൊളാജൻ ഫൈബർ ആൻഡ് ഇലാസ്റ്റിക് ഫൈബർ gives strength and elasticity to dermis. ഡെർമിസിന് സ്ട്രെങ്തും ഇലാസ്റ്റിസിറ്റിയും കൊടുക്കുന്നത് എന്താണ്? കൊളാജൻ ഫൈബറും ഇലാസ്റ്റിക് ഫൈബറും ഉള്ള പ്രസൻസിലാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. ഏജിങ് പ്രോസസ്സിൽ എന്തുകൊണ്ടാണ് സ്കിൻ ചുരുങ്ങി പോകുന്നത്? ആക്ച്വലി അതവിടെ എന്താ സംഭവിക്കുക? കൊളാജൻ absorbs water. Absorb it. Collagen absorbs water and maintains എന്താ പറയാ, സ്കിൻ ടെൻഷൻ. അതായത് സ്കിന്നിന് നമ്മുടെ സ്കിന്നിന് ഒരു എന്തുണ്ട്, ഒരു ടെൻഷൻ ഉണ്ടല്ലേ? അതായത് വലിച്ചാൽ എന്ത് ചെയ്യും? ഒരു ടെൻഷൻ ഉണ്ട് സ്കിന്നിൽ. അത് നിന്നാൽ അതുപോലെ തന്നെ നിൽക്കും. എന്ത് ചെയ്യില്ല? ചുരുണ്ട് കൂടില്ല. വലിച്ച് ഇങ്ങനെ നീട്ടി നിർത്തിയതുപോലെ, ഒരു റബ്ബർ ബാൻഡ് വലിച്ച് ഇങ്ങനെ നെടുക്കി നിർത്തിയതുപോലെ തന്നെ നിൽക്കും. അത് എന്തുകൊണ്ടാണ്? കൊളാജൻ വാട്ടർ അബ്സോർബ് ചെയ്താണ് അങ്ങനെ നിൽക്കുന്നത്. അത് ഓർത്തോളം. ചോദ്യം വരിക, എലാസ്റ്റിക് പ്രോട്ടീന്റെ ഗുണം കൊണ്ടല്ല, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫൈബറിന്റെ ഗുണം കൊണ്ടല്ല. കൊളാജൻ ഫൈബർ വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്കിൻ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആസ് ഏജ് increases, collagen fiber decreases and skin become wrinkled. സ്കിന്നിൽ എന്ത് വീഴും? ചുരുളുകൾ വീണ് തുടങ്ങുന്നത് എന്താണ്? ഈ കൊളാജൻ ഫൈബർ കുറയുമ്പോഴാണ്. മഞ്ജു പറഞ്ഞതുപോലെ തന്നെ കൊളാജൻ ഫൈബർ കുറയുമ്പോഴാണ് എന്ത് ചെയ്യുക? സ്കിന്നിനകത്ത് എന്ത് വീഴുക? റിങ്കിൾസ് വീഴുക, അല്ലെങ്കിൽ ഈ സ്കിന്ന് ചുരുങ്ങി വരിക. സോ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? കൊളാജൻ വാട്ടർ അബ്സോർബ് ചെയ്ത് സ്കിന്നിന് ആ ടെൻഷൻ നിലനിർത്തും. പക്ഷേ എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കൊളാജൻ അങ്ങ് കുറയും. കൊളാജൻ കുറയുമ്പോൾ എന്ത് പറ്റും? ഇത് നശിച്ചങ്ങ് പോകും. ഇനി അടുത്ത് പറയാനുള്ളത് റിസപ്റ്റേഴ്സ് ഇൻ ഡെർമിസ് ആണ്. റിസപ്റ്റേഴ്സ്, there are two types of receptors in ഡെർമിസിൽ രണ്ട് ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് നോയിസോസെപ്റ്റേഴ്സ്. വാട്ട് ഈസ് നോയിസോസെപ്റ്റേഴ്സ്? നോസിസെപ്റ്റേഴ്സ്. എന്താ നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ചോദ്യം വരുന്നതാണ്. നോസിസെപ്റ്റേഴ്സ് they are receptors of pain. റിസപ്റ്റേഴ്സ് ആണ്. എവിടെ കാണുന്നേ? ഡെർമിസിലാണ്. യു മസ്റ്റ് റിമെമ്പർ, ഇത് ഡെർമിസിൽ കാണുന്ന പെയിൻ റിസപ്റ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വാട്ട് വി കോൾ ആസ് നോസിയോസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരെണ്ണം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് proprioceptors. ഇതെന്താണ് proprioceptors? They are the receptors of balance. And position. They are receptors of balance and position. ഇത് ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുക? ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കാം?
മെയിനേഴ്സ് പ്ലക്സസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെയിനേഴ്സ് കോർപ്പസിൽസുമായിട്ടാണ് അല്ലെ, ആ നെർവ് എൻഡിങ്സ് എന്ന് പറയുന്ന മെയിനേഴ്സ് കോർപ്പസിൽസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഈ രണ്ട് ടൈപ്പ് സെപ്റ്റേഴ്സ് ഇരിക്കുക. ഏതൊക്കെ? നോയിസോസെപ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രോപ്രിയോസെപ്റ്റേഴ്സും. നോയിസോസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോയിസോസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിന്റെ സെപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ പ്രോപ്രിയോസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസെപ്റ്റേഴ്സ് ഓഫ് എന്ത്? ബാലൻസ് ആൻഡ് പൊസിഷൻ ആണ്. അപ്പോ ഇയറിനകത്ത് മാത്രമല്ല ബാലൻസിന്റെയും പൊസിഷന്റെ റിസെപ്റ്റേഴ്സ് ഉള്ളത്, എവിടെയോ ഉണ്ട്? സ്കിന്നിന്റെ ഡെർമൽ ലെയറിലും ഉണ്ട്. മനസ്സിലായോ? Am I clear to everyone? Yes. Now ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ വാട്ട് യു മീൻ ബൈ എപ്പിഡെർമൽ റിഡ്ജസ് എന്ന് എന്താണ്? എപ്പിഡെർമൽ, അടുത്ത പോയിന്റ് ആണ്, ഡെർമിസ് കഴിഞ്ഞ എപ്പിഡെർമൽ റിഡ്ജസ്. എപ്പിഡെർമൽ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? on the surface എവിടെയാ കാണുക? on the surface of palms, fingers, sole and toes. Epidermis makes grooves into dermis. ഈ സ്ഥലങ്ങളില്, അതായത് പാമില്, ഫിംഗേഴ്സിൽ, സോളില്, ടോസ്, ഈ സ്ഥലങ്ങളിൽ എപ്പിഡെർമിസ് എന്ത് ചെയ്യും? ചെറിയൊരു കുഴി ഡെർമിസിൽ ഉണ്ടാക്കി താഴോട്ട് ഇറങ്ങിയിരിക്കും. എപ്പിഡെർമിസ് ഗ്രൂസ് ഉണ്ടാക്കി അവിടെ താഴോട്ട് ഇറങ്ങിയിരിക്കും. ആൻഡ് ഈസ് കോൾഡ് ആസ് എന്ത്? and this grooves is called as എന്ത്? എപ്പിഡെർമൽ റിഡ്ജസ്. ഇത് എന്താണ് സാധനം? ബേസിക്കലി എന്താ സാധനം? ഇത് എന്താണ് ബേസിക്കലി സാധനം? എന്താ എപ്പിഡെർമൽ റിഡ്ജസ്? ഫിംഗർ പ്രിന്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എപ്പിഡെർമൽ റിഡ്ജസ് ആണ് അല്ലെ. ഈ പറയുന്ന ഡെർമിസ് ഇതാ നമ്മുടെയൊക്കെ കയ്യിൽ കണ്ടില്ലേ, ചെറുതായിട്ട് എപ്പിഡെർമിസ് എങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുകയാണ്? ഡെർമിസിനകത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ. ഒരു ഗ്രൂവ് ഉണ്ടാക്കി, ചെറിയൊരു ഇതുണ്ടാക്കി താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ വരുമ്പോ. അങ്ങനെ ഉണ്ടാവുന്ന എപ്പിഡെർമൽ റിഡ്ജസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ബേസിക്കലി ഫിംഗർ പ്രിന്റ്സ്? ഫിംഗർ പ്രിന്റ്സ് ആർ എപ്പിഡെർമൽ റിഡ്ജസ് ആണ്. they are grooves. അപ്പോ ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എപ്പിഡെർമിസ് ആണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നു? ഡെർമിസിലേക്ക് ആഴ്ന്നിറങ്ങി, ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഡെർമിസിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? വാട്ട് വി കോൾ ആസ് എപ്പിഡെർമൽ റിഡ്ജസ് എന്ന്. ആൻഡ് ഇറ്റ് ഈസ്, ഒരു കാര്യം കൂടി പറഞ്ഞോളാം, ഓരോ ഇൻഡിവിജ്വലിനും യുണീക്ക് ആണ് എന്തെന്ന് പറയുന്നത്? ജെനറ്റിക്കലി യുണീക്ക് ആണ്. എപ്പിഡെർമൽ റിഡ്ജസ് ആർ ഡിറ്റർമിൻഡ് ബൈ epidermal ridges are genetically unique. അതായത് ഒരാൾക്ക്, ലോകത്ത് ഒരാൾക്കുള്ള ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ എപ്പിഡെർമൽ റിഡ്ജസ് വേറെ ആർക്കും ഉണ്ടാവില്ല. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോ അതാണ് ഈ എപ്പിഡെർമൽ റിഡ്ജസിന്റെ ഫിംഗർ പ്രിന്റ് എന്നുള്ള രീതിയാണ് യുണീക്ക് ഐഡന്റിറ്റി അല്ലെ. ജെനറ്റിക്കലി യുണീക്ക് ആണ്. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ട്. അത് വേറൊരാൾക്കും വേറെ ഒരു പർട്ടിക്കുലർ പേഴ്സണും ആ ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ഒരു എപ്പിഡെർമൽ റിഡ്ജസ് ഉണ്ടാവില്ല. Am I clear to everyone? Okay then, thank you.